വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ മത്തിക്കറിയാണ് കേട്ടോ. അത് എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. ഇപ്പം മത്തിക്കൊക്കെ എന്താ വില അല്ലേ. നമുക്ക് നാട്ടിൽ മത്തിക്ക് നല്ല വിലയാണ് കേട്ടോ. കിലോന് 300 രൂപയൊക്കെയാണ് പറയണത്. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ഇതുപോലെ നുറുക്കിയെടുക്കാം കേട്ടോ. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ 3-4 പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പുളിക്ക് അനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാളികേരം ഒരു അര മുറി ഇല്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ നാളികേരം. പിന്നെ 2.5 സ്പൂണ് മുളക് പൊടി, 3 വരെ ആവാം കേട്ടോ. പിന്നെ 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ വെള്ളം എത്ര വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന സാധാരണ ഒരു മത്തിക്കറിയാണ് കേട്ടോ. ഈ മഴയത്ത് മത്തിക്കറിയും മത്തി പൊരിച്ചതും ഒക്കെ, ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ, ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഊണ് കഴിക്കാൻ നല്ല സ്വാദാണല്ലേ. അപ്പോൾ ഇതുപോലെ ഒക്കെ കലക്കി വയ്ക്കുക. എന്നിട്ട് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. പാകത്തിന് ഉപ്പും പുളിയും ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. കയ്യിലൊന്നിട്ടിട്ട് നന്നായിട്ട് ഇളക്കരുത് കേട്ടോ. മീനൊക്കെ ഇട്ടതിന് ശേഷം വെന്തതിന് ശേഷം കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. കഷ്ണമൊക്കെ ഉടഞ്ഞ് വരും, അതുകൊണ്ടാണ് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ വാളംപുളിയല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, നമുക്ക് കുടപ്പുളി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 or 2 ഒന്ന് ചുടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് ഇട്ട് കൊടുക്കാവുന്നതാണേ. അതും ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. നമുക്ക് കൊള്ളിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു മീൻ കറിയാണ് കേട്ടോ. ചപ്പാത്തിക്കും കഴിക്കാം. നമുക്കിനി കൂട്ടാൻ കാച്ചിയെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്